അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഗൾഫിലുള്ള ഭർത്താവായിട്ട് കണ്ടു സംസാരിക്കുക, ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കുക, അതിലപ്പുറം രസമാണ്. എന്നാൽ ഭർത്താവ് അങ്ങ് ദുബായിൽ 2-3 വർഷമായി, പാവത്തിന് തിരിച്ചു വരാൻ നിവൃത്തിയില്ല, ടിക്കറ്റിന് പൈസയില്ല, നല്ല പണിയില്ല. ഭാര്യ കല്യാണം കഴിച്ച് 6 മാസം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. പാവം ഇവളാണെങ്കിൽ ഇവിടെയും കഷ്ടപ്പാടൊരു നോക്ക് കാണാൻ ഉറപ്പാണ്. അപ്പം ഇവരെന്ത് ചെയ്യും? ഭർത്താവ് പോകുമ്പോ തന്നെ ഒരു ക്യാമറ ഒക്കെ വെച്ചുകൊടുത്ത് ഒരു വീഡിയോ കോൺഫറൻസിങ്, ഓക്കെ, അവർ ക്യാമറ ഒക്കെ വെച്ചു കൊടുത്തു, അങ്ങ് കണക്ട് ചെയ്ത് അദ്ദേഹം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പൈസ ഫോൺ ചെയ്ത് അയച്ചു കൊടുത്ത് അത് സെറ്റ് ചെയ്തു, അടുത്തൊരു എഞ്ചിനീയർ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും, അതും റെഡിയാ. ഇനി ഇവർ കണ്ട് സംസാരിക്കുക. മാന്യ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ഒരു കമ്പനിയും തന്നിട്ടില്ല, സൗജന്യമായിട്ട് തന്നിട്ടുള്ളൂ, ലൈസൻസ് അല്ലാതെ. ഇന്റർനെറ്റിലെ ഒരു വീഡിയോ കണക്ട് ചെയ്ത്, ഒരു ക്യാമറ കണക്ട് ചെയ്ത് കണ്ടുകൊണ്ട് ഭർത്താവുമായി മറ്റ് റിമോട്ടായി സംസാരിക്കാൻ സൗജന്യമായി തന്ന ആ ഇമെയിൽ ഉണ്ടാക്കുമ്പോ, സൗജന്യമായി തരുന്ന സമയത്ത് അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ആരും വായിച്ചു നോക്കൂല. അവസാനം 4 പേജ് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഉണ്ട് യെസ് ഐ ആം എഗ്രി എന്നൊരു കുത്ത്. മൗസ് കൊണ്ടൊന്ന് കുത്തണം, യെസ് ഞാൻ എഗ്രി, ഞാൻ ഉറപ്പിച്ചു, എനിക്ക് സമ്മതമാണ് എന്നൊരു സൈൻ ചെയ്ത് ഒപ്പുണ്ട്. അത് വായിക്കാതെ ഒപ്പിടല്. കാരണം വെറുതെ കിട്ടുന്ന സംഭവമാണെങ്കിൽ നമ്മൾ ഒപ്പിടുമല്ലോ. ഒരാൾക്ക് വെറുതെ തരല്ലേ, എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കല്ലോ, ഫ്രീ ആയിട്ട് എനിക്ക് തരത് ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കും. 4-5 പേജ് വായിക്കാനുള്ള ക്ഷമയൊന്നും മനുഷ്യന്മാർക്കില്ല. എന്താണ് ആ എഴുതിയതെന്നറിയോ? നിങ്ങൾ ഇതിലൂടെ ക്യാമറയോ മറ്റോ അയക്കുന്ന വീഡിയോ ചിത്രങ്ങളും ശബ്ദ ചിത്രങ്ങളും മറ്റ് നിങ്ങളെ വിലപിടിപ്പുള്ള ഡാറ്റകൾ ഒരു ഗ്യാരണ്ടി ഇല്ലട്ടോ. യെസ് ഐ ആം എഗ്രി. രണ്ടാമത്തത് എന്താ പറയുന്നത് അറിയോ? നിങ്ങൾ ഇതിലൂടെ അയക്കുന്ന ഡാറ്റകൾ ഞങ്ങൾ കോപ്പി അടിച്ച് വിൽപ്പന നടത്തും, അതിന് സമ്മതമാണോ? സമ്മതമാണ്. മൂന്നാമതൊരു ചോദ്യം കൂടി ഉണ്ട്. ഇനി ഇതിലുണ്ടാകുന്ന വല്ല കേസോ കോടതിയോ ഞങ്ങളല്ല ഉത്തരവാദി, നിങ്ങളാണ്, അതിന് സമ്മതമുണ്ടോ? സമ്മതമുണ്ട്. എത്തി ഒപ്പിട്ട്. ഇപ്പൊ കേസും ഞാനാണ്, കോടതി ഞാൻ തന്നെ, എന്ത് ചെയ്തോളും എല്ലാ സമ്മതവും കൊടുത്തു. നമുക്ക് വീഡിയോ ക്യാമറ വെച്ച് തന്നു കേട്ടോ. ഇപ്പൊ ഗൂഗിൾ എർത്തോ നാസയോ മൈക്രോസോഫ്റ്റോ ആരുമല്ല, നിരപരാധികളാണ്. കുഴപ്പം മുഴുവൻ ആരടുത്ത്? സൗജന്യമായി കിട്ടിയ എന്റെ അടുത്ത്, അഥവാ നമ്മുടെ നാട്ടിലെ പാവം ഈ സ്ത്രീ, ഇവളെടുത്ത്. ഞാൻ കഥയാക്കി പറയാണ്. ഇപ്പൊ ഇവളാണ് അതിന്റെ ഉത്തരവാദി. ഒപ്പിട്ടു. ഓക്കെ, ക്യാമറ വെച്ച് ഭർത്താവായി കണ്ട് സംസാരിച്ചു, റാഹത്തായി. കാരണം വർഷങ്ങളായി പാവത്തിനെ കണ്ടിട്ടില്ല, ഇപ്പൊ ഒന്ന് കണ്ടു, ഭയങ്കര സംഭവമാണ്. രാത്രി 12 മണി കഴിഞ്ഞു, എല്ലാവരും കിടന്നുറങ്ങി. നല്ലൊരു റൂമിൽ, അടച്ചുറപ്പുള്ള റൂമിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങി, ഉപ്പയുമ്മയൊക്കെ കിടന്നുറങ്ങി. ഭർത്താവ് അങ്ങ് അവിടെ, ഭാര്യ ഇവിടെ. കാട് കടന്ന് സംസാരിച്ചു. പറയാ, ഇത് സംഭവിച്ച കഥ കേട്ടോ, പച്ചയായി ഞാൻ പറയുന്നത്. എന്റെ പെങ്ങന്മാരും ഉപ്പമാരും മുമ്പിൽ ഇത് പച്ചയായി പറയുന്നത്, ഉള്ളിന്ന് തട്ടിയിട്ട് എന്നെ കണ്ടതാണ്, ഇത് അനുഭവിച്ചത്, അതുകൊണ്ട് പറയാണ്. എടി, ആ ക്യാമറ ഒന്ന് താത്തിപ്പിടിക്ക്. ഭർത്താവല്ലേ, ഹലാലായ ഭാര്യയല്ലേ, ഒന്ന് താത്തിപ്പിടിക്കാൻ പറഞ്ഞു. ആ ക്യാമറ അവൾ ഒന്ന് താത്തി, വീണ്ടും താഴ്ത്തി, താവോളം താഴ്ത്തി. റാഹത്തായി, രണ്ടാൾക്കും റാഹത്തായി. അവര് കിടന്നുറങ്ങി. പാവം ഈ കുട്ടികൾ അറിയുന്നുണ്ടോ? 1000കണക്കിന് ആൾക്കാർ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ടെന്ന്. വെറുതെ തന്നതല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ഇതിലൂടെ അയക്കുന്ന ഓരോ വീഡിയോ ചിത്രങ്ങളും ഞങ്ങൾ കോപ്പി അടിക്കും, ഞങ്ങൾ വിതരണം ചെയ്യും. ഇന്റർനെറ്റിൽ $10, $50 വരെ അഭിനയിക്കാത്ത ഒറിജിനൽ ചിത്രങ്ങൾ വാങ്ങാൻ ആളുകൾ, ചെറുപ്പക്കാർ ക്യൂ നിൽക്കുകയാണ് എന്ന്. ഈ ബിസിനസിന്റെ തന്ത്രത്തുകൊണ്ടല്ലേ ഇവരിത് സൗജന്യമായി കൊടുത്തത്.